Welcome to Comedy Cracker. I am Pragesh. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു വാർത്ത നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കുറച്ചധികം പോസ്റ്റുകളിലേക്ക് തസ്തികകളിലേക്ക് PSCയുടെ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. ആ കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എല്ലാവരും നല്ല രീതിയിൽ അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എത്രത്തോളം നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കി അതിന് യോഗ്യതയുള്ളവർ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ 33ഓളം PSC പോസ്റ്റുകളിലെ തസ്തികകളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, PSC വിജ്ഞാപനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം ഇലക്ട്രിക്കൽ അടക്കം സർവകലാശാല PRO പോസ്റ്റുകൾ അടക്കം 33ഓളം തസ്തികകളിൽ എന്ത് വന്നിട്ടുണ്ട്, PSC വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഈ ഒരു വലിയൊരു അവസരമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ അവസരം നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം PSC തസ്തികകളിലേക്ക് പല പോസ്റ്റുകൾ എപ്പോഴും കണ്ടിന്യൂസ് ആയി പല പോസ്റ്റുകളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു. ആ നോട്ടിഫിക്കേഷനെ കുറിച്ചൊന്നും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അറിയാതെ പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. കുറേ പേര് ഇത്തരം തസ്തികളെ കുറിച്ച് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുറേ പേര്, അപ്പോൾ അവർ എപ്പോഴും എന്താണ് PSC ന്യൂസിൻ്റെ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മറ്റുള്ള ജോലികളൊക്കെ ഇപ്പോൾ സ്വകാര്യ മേഖല പ്രൈവറ്റ് മേഖലയിൽ വേറെ ഏതെങ്കിലും ജോലിയിൽ മുഴുകിയിരിക്കുന്നവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫുൾ ടൈം ജോബ് ചെയ്യുന്നവരൊന്നും ഒരു പരിധി വരെ എന്ത് ശ്രദ്ധിക്കാറില്ല, ഈ നോട്ടിഫിക്കേഷൻസ്. അതായത് അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാറില്ല, PSC എക്സാമോ അതുപോലെ അതിനുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒന്നും എഴുതാത്തവരുണ്ടാവും. അങ്ങനെ ഉള്ളവരും എന്തുണ്ടായിരിക്കും, ഈ യോഗ്യതയുള്ളവരുണ്ടായിരിക്കും. അതായത് ഇത്തരം ചില സ്പെഷ്യൽ പോസ്റ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് അതിൻ്റെ യോഗ്യതകൾ നേടിയവരുണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് ആ യോഗ്യത അവർക്ക് അർഹരാണോ അല്ലെങ്കിൽ ആ പോസ്റ്റ് വന്നിട്ടുണ്ടോ, അങ്ങനെ ഒരു പോസ്റ്റ് നിലവിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും അവർ ശ്രദ്ധിക്കാതെ വിടുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരിധി വരെ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എന്ത് വേണം, നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. ഇത്തരം PSC വിജ്ഞാപനങ്ങൾ വരുന്ന സമയത്ത് ആ വിജ്ഞാപനങ്ങൾ എത്ര ദിവസത്തോളം പോകും, ആ വിജ്ഞാപനങ്ങൾ ഏത് ഡേറ്റ് വരെ ചെയ്യണം. പലരും ഇപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ പോലും ചെയ്യാതെ PSC എക്സാമുകൾ എഴുതാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രോസസ്സ് പോകണം, എങ്ങനെ എത്രത്തോളം നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ PSC എക്സാം എഴുതാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 33 തസ്തികകൾ, അതായത് ഇതിൽ പ്രധാനപ്പെട്ട KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, സർവകലാശാലയിൽ PRO പോസ്റ്റുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് ജലഗതാഗത വകുപ്പിലേക്കുള്ള പോസ്റ്റുകൾ, എഞ്ചിനീയറിംഗ് ചാർജ്, അസിസ്റ്റന്റ് പ്രൊഫസർ, അങ്ങനെ സ്പെഷ്യൽ പോസ്റ്റുകളിലേക്കുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആണ്. ആ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് PSCയിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ യോഗ്യതയുമായി. ഇതിലൊക്കെ ഒരുപാട് പേര് ഇത്തരം യോഗ്യതകൾ നേടിയിട്ടും മറ്റ് ജോലികൾ ചെയ്ത് കഴിയുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും വരെ നമ്മളെല്ലാവരും എത്രത്തോളം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജീവിതവും അതുപോലെ തന്നെ ഒരു ജോലിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇപ്പോഴും PSC വഴി എഴുതുന്ന എക്സാമുകളെ ആശ്രയിച്ച് ഒരുപാട് പേര് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രയത്നിക്കാതെ മാറി നിൽക്കുന്നവർക്ക് പോലും എന്ത് ചെയ്യും, ഇത്തരം അവസരങ്ങൾ മുതലാക്കിക്കൊണ്ട് ഇത്തരം എക്സാമുകളിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യണം എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയുള്ള. അപ്പോൾ 33ഓളം തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. അത് ഡിസംബർ 14 വരെ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വെച്ചിട്ടായിരിക്കും വരിക. ഡിസംബർ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പഴയ പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ നമുക്ക് അതിന് യോഗ്യത ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയും, അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഇരുന്ന് മാത്രം പോരാ, എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്തിട്ട് ഓരോ പോസ്റ്റിനും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചാൽ മാത്രമേ നല്ല റിസൾട്ട്. നമുക്കറിയാം PSC എക്സാമിനുകൾക്ക് അനുദിനം ഓരോ ദിവസം കൂടുന്തോറും കോമ്പറ്റീഷൻ കൂടി വരികയാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ മേഖലയിലേക്ക് വരുന്നു, ഒരുപാട് എക്സാമുകൾ വരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കോമ്പറ്റീഷനും വളരെ വലുതാവുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ എപ്പോഴും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നല്ല രീതിയിൽ പഠിക്കാൻ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ PSCയുടെ ഒരു ഏർലി ബേർഡ് ഓഫർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജനറൽ PSCയുടെ ഒരുപാട് കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നല്ല രീതിയിൽ പഠിക്കാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും കഴിയും. കാരണം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികളെ നല്ല ജോലികളിലേക്ക് എത്തിച്ചതിന് വളരെയധികം ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് പറയുന്നത്. കാരണം ഒരുപാട് പേര് പല മേഖലകളിൽ, ആ മേഖലകളിലൊക്കെ ഒരു പോസ്റ്റ് മാത്രമല്ല ഒരുപാട് ജോബുകളിൽ ഒരുപാട് പ്രൊഫൈലുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും മികച്ച രീതിയിലുള്ള കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കോച്ചിങ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ജനറൽ PSCയുടെ ഏർലി ബേർഡ് ഓഫർ ബാച്ച് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഏർലി ബേർഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മികച്ചൊരു വിജയം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. ആ അവസരം കൃത്യമായിട്ട് എല്ലാവരും വിനിയോഗിക്കണം.
അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വിജ്ഞാപനങ്ങൾ വന്നു. ആ വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ .psc ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് മാത്രമായിരിക്കില്ല, നമ്മളെ ചുറ്റുപാട് നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും ഉപകാരപ്പെടാം. ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടാം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഈ ഇത്തരം നല്ല കാര്യങ്ങൾ കൂടി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ .psc ചാനലിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ല രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം. താങ്ക്